മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽപ്പെടുത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ ജനുവരി 1-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം നിർവഹിക്കും. പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങും. മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ 1.86 കോടി രൂപ വകയിരുത്തി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ലിഫ്റ്റ്, മെയിൻ ബ്ലോക്ക്, ഫാർമസി സ്റ്റോർ, ഓഫീസ് നവീകരണം, സ്കിൽ ലാബ് എന്നിവയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പദ്ധതികൾ ജനുവരി 1-ന് വൈകിട്ട് 3 മണിക്ക് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ ആശുപത്രി ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ സംവിധാനങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. നിർദ്ദിഷ്ട കെട്ടിടത്തിന്റെ മാസ്റ്റർ പ്ലാൻ ചടങ്ങിൽ ഏറ്റുവാങ്ങുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. നമ്മൾ 2024 ജനുവരി 1-ന് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാന്യായ MLA ആണ് നമ്മുടെ ഈ ആശുപത്രിയിലെ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. അന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നവീകരിച്ച ഓഫീസ് റൂമിൻ്റെ ഉദ്ഘാടനം നടത്തുന്നുണ്ട്, മാസ്റ്റർ പ്ലാൻ കൈമാറുന്നുണ്ട്. നമ്മൾ മോർച്ചറിയുടെ മുകളിൽ നമ്മൾ ഫാർമസിക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉദ്ഘാടനം. അതിന് പുറമെ ബ്ലഡ് ബാങ്കിനകത്ത് ലിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഉദ്ഘാടനം. അതോടൊപ്പം ബ്ലഡ് ബാങ്ക് കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു പരിശീലന കേന്ദ്രം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ജനുവരി 1-ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏകദേശം 1,86,00,000 രൂപയുടെ വിവിധ പദ്ധതികളാണ് ബഹുമാനായ MLA ഉദ്ഘാടനം ചെയ്യുന്നത്. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C. ബിന്ദു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മുസ്തഫ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ TP ഹാരിഷ്, ഷെഹർബാൻ, HMC അംഗങ്ങളായ AK നാസർ, കുറ്റീരി മാനുപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ മാസ്റ്റർ പ്ലാനിൽ 106,78,00,000 രൂപ ചിലവ് കണക്കാക്കി ആധുനിക സംവിധാനങ്ങളോടെയുള്ള കെട്ടിടമാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാസ്റ്റർ പ്ലാൻ പ്രകാരം 5 നിലകളിലായി 1,24,768 ചതുരശ്ര അടി വിസ്തീർണത്തിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കെട്ടിടത്തിന്റെ അടിഭാഗത്ത് വാഹന പാർക്കിങ്ങിന് സൗകര്യം ഒരുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ ഫാർമസി, ലാബോറട്ടറി, റേഡിയോളജി വിഭാഗങ്ങളും വെയിറ്റിംഗ് ഏരിയയും റിസപ്ഷനും പ്രവർത്തിപ്പിക്കും. 1-ാം നിലയിൽ ഒഫ്താളമിക് വാർഡ്, മെയിൽ മെഡിക്കൽ വാർഡ്, ഫീമെയിൽ മെഡിക്കൽ വാർഡ്, സർജിക്കൽ വാർഡ്, മെയിൻ സർജിക്കൽ വാർഡ് ഇവയെല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. 2-ാം നിലയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഫീമെയിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡും ഓപ്പറേഷൻ തിയേറ്ററുകളും സംവിധാനിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. 3-ാം നിലയിൽ ഐസൊലേഷൻ വാർഡുകൾ, ഫീമെയിൽ ഐസൊലേഷൻ വാർഡുകൾ, രോഗിയുടെ കൂട്ടിരിപ്പുകാർക്കുള്ള മുറി, ICU കോംപ്ലക്സ്, ഫീമെയിൽ പ്രീ ഓപ്പറേറ്റീവ് വാർഡ്, മെയിൽ പ്രീ ഓപ്പറേറ്റീവ് വാർഡ് തുടങ്ങിയ സംവിധാനങ്ങളാണ് ഒരുക്കുക. പുതിയ കെട്ടിടം പൂർത്തിയായാൽ ഒരേ സമയം 1000 രോഗികളെ ചികിത്സിക്കുന്നതിന് സൗകര്യമുണ്ടാകും. നബാർഡ്, NHM അടക്കമുള്ള ഫണ്ടുകൾ ലഭ്യമാക്കി പദ്ധതി പൂർത്തീകരിക്കാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ ശ്രമം. 2 പതിറ്റാണ്ടിലധികമായി ജനമനസ്സുകളിൽ വിശ്വസ്ത പാരമ്പര്യത്തിന്റെ നാമമായ മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ് അണിഞ്ഞൊരുങ്ങുന്നു കൂടുതൽ പുതുമകളോടെ. മഹാരാജിക ഗോൾഡൻ ഡയമണ്ട്സ്, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.